സ്വയം ഒതുങ്ങി ജയിച്ചു കയറുക എന്ന തന്ത്രം. ഒരു കാലത്ത് രാജ്യം അടക്കി ഭരിച്ച പാർട്ടി ചരിത്രത്തിലെ ഏറ്റവും കുറവ് സീറ്റുകളിലാണ് ഇത്തവണ മത്സരിക്കുന്നത്. ലക്ഷ്യം ഒന്നു മാത്രം, BJPയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക. അതിനായി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാർ, ഏതറ്റം വരെയും പോകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചാണ് കോൺഗ്രസ് ഇത്തവണ പോർക്കളത്തിലുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇത് നിലനിൽപ്പിന്റെ പോരാട്ടമാണ്, ജീവൻ മരണ പോര്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 അക്കം കടന്നില്ലെങ്കിൽ മുത്തശ്ശി പാർട്ടിക്ക് പിടിച്ചു നിൽക്കാനാവില്ല. സ്വന്തം ശക്തി തിരിച്ചറിഞ്ഞും ബലഹീനതകൾ മനസ്സിലാക്കിയുമുള്ള കരുനീക്കങ്ങൾ. കഴിഞ്ഞ തവണ 423 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് ഇത്തവണ കൈവിടുന്നത് 100ഓളം സീറ്റുകളാണ്. 300-ൽ പരം സീറ്റുകളിൽ മാത്രം മത്സരിക്കും. പാർട്ടി സംവിധാനങ്ങൾ അവിടങ്ങളിൽ കേന്ദ്രീകരിക്കും. ബാക്കിയുള്ള സീറ്റുകളിൽ ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികൾക്ക് പിന്തുണ. ഫണ്ടിന്റെ കുറവും കോൺഗ്രസിന്റെ ഈ തീരുമാനത്തിന് പിന്നിലുണ്ട്. 150 സീറ്റെങ്കിലും നേടുക എന്നതാണ് പാർട്ടിയുടെ ലക്ഷ്യം. 270-ലധികം സീറ്റുകളിൽ കോൺഗ്രസ് BJP നേർക്കുനേർ പോരാട്ടമാണ്. പ്രാദേശിക പാർട്ടികൾക്ക് മേൽക്കൈയുള്ള പ്രദേശങ്ങളിൽ അവരുടെ വിജയത്തിന് വഴിയൊരുക്കുക. BJPയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണി സഖ്യം ശക്തിപ്പെടുത്തുക. ഇതാണ് കോൺഗ്രസ് അടവ് നയം. കോൺഗ്രസ് കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയിൽ ഏറ്റവും കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്നത് സമാജ്വാദി പാർട്ടിയാണ്. UPയിലെ 63 സീറ്റുകളിൽ SP ജനവിധി തേടുന്നു. തമിഴ്നാട്ടിൽ DMK 22 സീറ്റിലും ബീഹാറിൽ RJD 21 സീറ്റിലും മത്സരിക്കുന്നു. മഹാരാഷ്ട്രയാണ് വലിയ വിട്ടുവീഴ്ചകൾക്ക് കോൺഗ്രസ് തയ്യാറായ പ്രധാന സംസ്ഥാനങ്ങളിലൊന്ന്. അവിടെ ഉദ്ധവ് താക്കറെയുടെ ശിവസേന 21 സീറ്റിലും ശരത് പവാർ പക്ഷം NCP 10 സീറ്റിലും മത്സര രംഗത്തുണ്ട്. ഒരിക്കലും യോജിക്കാൻ സാധ്യതയില്ലെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയ ആം ആദ്മി പാർട്ടിയും ഇത്തവണ കോൺഗ്രസ് മുന്നണിക്കൊപ്പമാണ്. പഞ്ചാബ് ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ രാഹുലിന്റെ കോൺഗ്രസും കെജ്രിവാളിന്റെ ആപ്പും ഒറ്റക്കെട്ട്. പോയ കാലത്തിന്റെ പ്രതാപം പറഞ്ഞുള്ള പിടിവാശിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനമില്ല. ഇത് നിലനിൽപ്പിന്റെ കാര്യമാണ്. അത് മറ്റാരേക്കാളും നന്നായി കോൺഗ്രസിന് അറിയാം. ലോക്സഭാ ചരിത്രത്തിൽ കോൺഗ്രസ് 400 സീറ്റുകളിൽ താഴെ മത്സരിക്കുന്നത് ഇതാദ്യമാണ്. ശക്തിയില്ലാത്തടത്ത് മത്സരിച്ച് തോൽക്കാൻ നിൽക്കാതെ സാധ്യതയുള്ളിടത്ത് മാത്രം നിന്ന് ജയിക്കാൻ പരമാവധി പയറ്റുക. ഇതാണ് കോൺഗ്രസ് തന്ത്രം. ഇന്ത്യ മുന്നണിക്ക് കൈത്താങ്ങാകാൻ കൈപ്പത്തിക്ക് കഴിയുമോ എന്ന് കണ്ടറിയാം.